ഹരിയാനയിൽ കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടെ ഭാര്യ ഭർത്താവിനെ കൊന്ന കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊല്ലപ്പെട്ട പ്രീതം പ്രകാശിന്റെ മൊബൈൽ നശിപ്പിക്കാൻ ആൺസുഹൃത്ത് തയ്യാറാകാത്തതാണ് കേസിൽ വഴിത്തിരിവായത്. ായ സോണിയയും 28-കാരനായ ആൺ സുഹൃത്ത് രോഹിത്തും ചേർന്ന് കൊട്ടേഷൻ കൊടുത്താണ് സോണിയയുടെ ഭർത്താവ് പ്രീതം പ്രകാശിനെ കൊന്നത്. കൊലപാതക ശേഷം പ്രീതം പ്രകാശിന്റെ മൃതദേഹം അഴുക്കുചാലിലാണ് തള്ളിയത്. സോണിയയും രോഹിത്തും കസ്റ്റഡിയിലായതിനു പിന്നാലെ കൂടുതൽ വിവരങ്ങൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തുവരികയാണ്. പ്രീതം പ്രകാശിനെ കാണാനില്ലെന്ന് സോണിയ തന്നെ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തന്നെ ഒരു തരത്തിലും സംശയിക്കാതിരിക്കാൻ സോണിയ ആസൂത്രിതമായി തന്നെയാണ് പോലീസിനെ സമീപിച്ചത്. കൊലപാതകത്തിന് ശേഷം പ്രീതം പ്രകാശിന്റെ ഫോൺ നശിപ്പിക്കാൻ രോഹിത്തിനോട് സോണിയ പറഞ്ഞിരുന്നു. എന്നാൽ അധിക ആത്മവിശ്വാസത്തോടെ രോഹിത് പ്രീതം പ്രകാശിന്റെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. മൊബൈലിന്റെ ലൊക്കേഷനും മറ്റ് വിശദാംശങ്ങളും മിസ്സിംഗ് കേസിനു പിന്നാലെ പോലീസ് സമഗ്രമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിരീക്ഷണത്തിനു പിന്നാലെ രോഹിത്തിനെ പോലീസ് രഹസ്യമായി വിളിച്ചു വരുത്തി. സോണിയയുമായുള്ള സൗഹൃദം ചോദിച്ചു തുടങ്ങി. പിന്നാലെ നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലാണെന്നറിയിച്ച് രോഹിത്തിനെ ചോദ്യം ചെയ്തു. ഇതോടെ ആസൂത്രിതമായ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. പ്രീതമിനും സോണിയയ്ക്കും 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളുമുണ്ട്. കൊലപാതകം, ആയുധങ്ങൾ കൈവശം വയ്ക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ സോണിയയുടെ സുഹൃത്ത് രോഹിത്തും. ഗുണ്ടയായ ഭർത്താവിന്റെ മോശം പെരുമാറ്റവും കുറ്റകൃത്യങ്ങളും സഹിക്കാൻ വയ്യാതായതോടെ ആൺസുഹൃത്തിനൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊല്ലാൻ പദ്ധതിയിടുകയായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സോണിയ പോലീസിനോട് കുറ്റസമ്മതം നടത്തി. കൊല്ലപ്പെട്ട പ്രീതം പ്രകാശ് ആലിപ്പൂരിലെ കുപ്രസിദ്ധ ഗുണ്ടയാണ്. സോണിയയും രോഹിത്തും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം പലപ്പോഴും വലിയ വഴക്കിന് കാരണമായിരുന്നു. ഇതിന്റെ പേരിൽ പ്രീതമും സോണിയയും തമ്മിൽ അടിയുണ്ടാകുന്നത് പതിവായിരുന്നു. പ്രീതമിനെ കൊല്ലാൻ സോണിയയും രോഹിത്തും ചേർന്ന് വിജയ് എന്ന വാടക കൊലയാളിക്ക് 50,000 രൂപ നൽകി. ടെറസിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പ്രീതമിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം അഴുക്കുചാലിൽ തള്ളുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.